ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു റേസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഒത്തിരി നാളായിട്ടുണ്ടല്ലോ ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ചാനലുമായിട്ട് യാതൊരുവിധ റിലേഷനും ഇല്ലാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്നത്. എന്തായാലും നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെ ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളീസും കാണുന്ന ഒരു എന്താ പറയുക ഒരു മെഗാ ഷോ അല്ലെ, ഒരു മെഗാ മലയാളം ടെലിവിഷൻ ഷോ ആണ് നമ്മുടെ ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ സീസൺ 7 ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സീസൺ 7 നമ്മുടെ വിന്നറായത് നമ്മുടെ അനുമോളാണ്. അപ്പോൾ അനു ചേച്ചിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് ഡിയർ, കൺഗ്രാറ്റ്സ്, യു ഡിസേർവ്ഡ് ഇറ്റ്, റിയലി യു ഡിസേർവ്ഡ് ഇറ്റ്. അപ്പോൾ എന്താ പറയുക, ഞാനും ബിഗ് ബോസിൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകയാണ്. അതായത് പറ്റുന്ന ടൈമിലൊക്കെ ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. ബട്ട് ഈ ഒരു സീസൺ 6ഉം സീസൺ 5 ഒക്കെ ഒരു എപ്പിസോഡ് പോലും സ്കിപ്പ് ആക്കാണ്ട് കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ബട്ട് സീസൺ 7 പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും ഞാൻ കാണാറില്ലായിരുന്നു കേട്ടോ. കാണും, ലൈക്ക് എന്താ പറയുക, ഭയങ്കര ബോറായിരുന്നു സീസൺ 7 സ്റ്റാർട്ടിങ് വന്നിട്ടോ. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ആ ഒരു എപ്പിസോഡ് മാത്രമേ കാണാറുള്ളായിരുന്നു. സാറ്റർഡേ സൺഡേ ആ ഒരു എപ്പിസോഡ് മാത്രമേ കാണാറുള്ളായിരുന്നു. പിന്നെ കുറേ ആയപ്പോൾ ഏതാണ്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രീസൊക്കെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഷോയിൽ എനിക്ക് കുറച്ചും കൂടി എൻ്റർടൈൻ ആയിട്ട് തോന്നിയത്. എൻ്റർടൈൻ ഇൻ ദ സെൻസ് ഫൺ മാത്രമല്ല, ഇമോഷണൽ ആയാലും എന്താ പറയുക, മാസ് ഡയലോഗ്സ് ആയാലും ഫൈറ്റ് ആയാലും അങ്ങനെ നമുക്ക് എന്താ പറയുക, ഓക്കെ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അതിലിങ്ങനെ ആസ്വദിച്ചിരുന്ന് കാണുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയത് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് ശേഷമായിരുന്നു. സോ സ്റ്റാർട്ടിംഗ് ഒന്നും ഞാൻ സീസൺ 7 അങ്ങനെ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരു വ്യക്തികളായിരുന്നു. ആൻഡ് സീസൺ 7 എനിക്ക് അങ്ങനെ അധികം ആരെയും അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. നെവിനെ എനിക്ക് ഫസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചേഞ്ച് ആയിട്ട് ആദില നൂർ, നെവിൻ്റെ ഒരു കോമഡി വൈബ്സ് ഒക്കെ കാണാനായിട്ട് ബിഗ് ബോസ് സീസൺ 7 കാണാറുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡെല്ലാം സ്കിപ്പാക്കാണ്ട് കാണും കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദില നൂറ, ആദിലിൻ്റെയൊക്കെ ആ ഒരു ഫ്ലുവൻസ് ഓഫ് സ്പീച്ച് ആയാലും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഭയങ്കര ലിറ്ററലി സക്സസ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, അതായത് അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ബിഹേവ് ചെയ്യാനായാലും സംസാരിക്കാനായാലും പറ്റും. ഇപ്പോൾ നല്ല അറിവുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കും, അല്ലെങ്കിൽ ഓക്കെ ഇവർക്ക് ഇത്രയ്ക്ക് വിവരം ഒക്കെ ഉണ്ടല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറേ ആൾക്കാരില്ല. അതുപോലുള്ള ടോക്കായിരുന്നു ആദിലിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്. പറയാം, അവരുടെ ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്താ പറയുക, നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിലേക്ക് കാണിക്കാൻ വേണ്ടി ആണ് ആദില ആൻഡ് നൂറ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് ഡയറക്റ്റായിരുന്നു വന്നത്. പിന്നീടാണ് അവർ എന്താക്കിയത്, സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആക്കി മാറ്റിയത്. സോ എനിവേ അവരുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പീച്ചും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡും എന്നെ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവസാനം ഞാൻ ആദില നൂറ ഫാൻ ആയിട്ട് മാറുമായിരുന്നു കേട്ടോ. ഫാൻ എന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നെവിനായിരുന്നു, ആദില നൂറായിരുന്നു. എനിക്കിത് ഒട്ടും ഇഷ്ടമല്ലാത്ത രണ്ടുപേരായിരുന്നു അനീഷ് ഏട്ടനും അനുചേച്ചിയും. സ്റ്റാർട്ടിങ്ങിൽ അനുചേച്ചി എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടമാണ്. പേഴ്സണലി ഇൻ ദ സെൻസ് ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റ് എന്ന നിലയിലല്ലാതെ സ്റ്റാർ മാജിക്കിൻ്റെ ഒരു സ്ഥിരം പ്രവേശകയായിരുന്നു ഞാൻ പണ്ട്. സോ എനിക്ക് സങ്കടമൊക്കെ വരുന്ന ടൈമിൽ ഞാൻ പോയി കാണുന്നൊരു ഷോ ആയിരുന്നു സ്റ്റാർ മാജിക്. സോ അതിലെനിക്ക് അനുമോള്, തങ്കച്ചൻ, സുധിച്ചേട്ടനൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. സോ ആ ഒരു കാലം തൊട്ടേ അനുമോളെ കാണുന്നുണ്ട്. എനിക്ക് അനുമോളോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു BB7 വന്നതോടുകൂടി എനിക്കത് പോയി. കാര്യം എനിക്ക് രേണു ചേച്ചീനെ കുറേ ട്രിഗർ ചെയ്ത പോലെ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫീൽ ആയിട്ടുണ്ട്. ഈ ഹൈജീൻ്റെ അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എന്താ പറയുക, ഒരു ഷോ അതൊരു പാവം ചേച്ചില്ല, ആ ചേച്ചിയെ പറ്റി എന്തിനാണ് ഞാൻ ചേച്ചി ഇങ്ങനെ പറയുന്നത് എന്നൊരു സാധനം എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ എന്തായിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ഒരു ഹേറ്റ്, എന്തായാലും ഒരു നെഗറ്റീവ് എനിക്ക് അവിടെ ഫീൽ ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ മൈൻഡ് ആക്കാറില്ലായിരുന്നു. പിന്നെ എൻ്റെ മൈൻഡിൽ ആർക്ക് വോട്ട് ചെയ്താലും ഓക്കെ, മോൾക്ക് ഞാൻ വോട്ട് കൊടുക്കില്ല എന്നൊരു സാധനത്തിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അനീഷേട്ടൻ അയ്യോ പാവം എന്നൊരു തോന്നി. ബട്ട് വോട്ടും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇതിലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി, ആക്ച്വലി ആരാണ് ഇതിൽ റിയൽ ഗെയിമർ എന്നൊക്കെയുള്ളൊരു സംഭവത്തിൽ. ബട്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്താ പറയുക, ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ്.
എന്ന് വെച്ചാൽ എല്ലാവരും എവ്രിവൺ ഈച്ച് ആൻഡ് എവ്രിവൺ എക്സെപ്റ്റ് രേണു സുധി എല്ലാവരും പ്രീ പ്ലാൻഡ് ആണ്. എങ്ങനെ എന്തൊക്കെ സ്ട്രാറ്റജി കൊണ്ടുവരണം, എങ്ങനെ കളിക്കണം, അവരുടെ എല്ലാവരുടെയും മൈൻഡിൽ കപ്പ് വാങ്ങുക എന്നൊരൊറ്റ ലക്ഷ്യമായിരുന്നു. ബട്ട് ബാക്കി അതിൽ ഞാൻ പറയാം എക്സെപ്റ്റ് രേണു സുധി ആൻഡ് രതീഷ്, അങ്ങനെ ഒരു ചേട്ടനാണല്ലോ, രതീഷ് പേര് തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ആ ഒരു ചേട്ടനും രേണു ചേച്ചി മാത്രമേ ഉള്ളൂ കപ്പിന് വേണ്ടിയിട്ടല്ല, കുറച്ച് നാളെങ്കിലും ബിഗ് ബോസിൽ നിൽക്കണം എന്ന് ആഗ്രഹമായിട്ട് വന്നത് ഇവർ രണ്ടുപേരും മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ബാക്കി എല്ലാവരും കപ്പ് വാങ്ങാനായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് കപ്പ് വേണം, കപ്പില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ഇതിലാണ് വന്നത്. അതുകൊണ്ടാണ് പലരും എവിക്റ്റ് ആയതിനു ശേഷം റീ എൻട്രിയുടെ ടൈമിൽ അങ്ങനെ ബിഹേവ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുചേച്ചി അനുമോൾ എങ്ങനെ ഒരു കപ്പ് നേടി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു എന്താ പറയുക നോർമലായിട്ടുള്ളൊരു ബിഗ് ബോസ് സീസൺ 7 പ്രേക്ഷകയായിരുന്നു. അതായത് ജെനുവിനായിട്ട് കളിക്കുന്ന ആളുകൾ മാത്രം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ. സോ അവരുടെ എല്ലാ വോട്ടും ഷുവറായിട്ട് അനുമോൾക്കായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് എനിക്ക് 100% ഷുവറാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർ അങ്ങനെയുള്ള ആളുകളുടെ വോട്ടുകൾ നെവിൻ അല്ലെങ്കിൽ അനുമോൾ, ഈ രണ്ടുപേർക്കും കിട്ടാനാണ്. പിന്നെ ഷാനവാസിക്കും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അനുമോളിലേക്ക് വരാം. എന്താ പറയുക, ഒരു അറ്റ് ദി എൻഡിലാണ് അനുമോൾ എന്നൊരു റിയൽ പേഴ്സൺ എങ്ങനെയാണ് എന്ന് നമ്മുടെ ലോക മലയാളീസ് അറിഞ്ഞത്. അതിനകത്ത് ഒരുപാട് എന്താ പറഞ്ഞാൽ ഈ ട്രിഗറിൻ്റെയൊക്കെ അങ്ങേയറ്റം ഹറാസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു വേർഡൊക്കെ ഉപയോഗിക്കാമെന്ന് എനിക്കറിയില്ല, ബട്ട് റിയലി ഇറ്റ്സ് ഹറാസ്മെൻറ്റ് ഗൈസ്. അതായത് ആ ഒരു രീതിയിലുള്ള പ്രകടനമായിരുന്നു അനുമോൾക്കെതിരെ ആ ബിഗ് ബോസ് ഹൗസിലുള്ള ആൾക്കാർ കാണിച്ചത്. അതായത് സത്യം പറഞ്ഞാൽ അനുമോളുടെ എന്താ പറയുക ലക്കി കൂപ്പൺ തെളിഞ്ഞു തുടങ്ങിയത് ആര്യൻ, നെവിൻ, അതുപോലെ അക്ബർ, ഇവർക്ക് 3 പേർക്കുമായിട്ട് ഒരു ക്യാപ്റ്റൻസി കിട്ടിയിരുന്നു. സോ അവർക്ക് 3 പേർക്കുമായിട്ട് അവർ 3 പേരും ക്യാപ്റ്റനായ ടൈം തൊട്ടാണ് സത്യം പറഞ്ഞാൽ അനുമോൾ ഈസ് ദ വിന്നർ എന്ന് ഉള്ള ആ ഒരു പാതയിലേക്ക് അനുമോളെ ദൈവമാണോ വിധിയാണോ എന്താണെന്നറിയില്ല കൊണ്ടെത്തിച്ചത്. എനിവേ ഫൈനലി അനുമോൾ കപ്പ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആ ഒരു ടൈം തൊട്ട് നമ്മുടെ നെവിൻ അനുമോൾ എന്താണ് ട്രിഗർ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ചൊറിയാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഭയങ്കര ഇമോഷണലി ഫീൽ ചെയ്യുന്ന കാര്യമായിരുന്നു. സോ അതുകൊണ്ടാണ് അവിടെ നെവിൻ്റെ ആയാലും അക്ബറിൻ്റെ ആയാലും ആര്യൻ്റെ ആയാലും വോട്ട് കുറയാനായിട്ട് തുടങ്ങിയതും ആര്യൻ എവിക്റ്റായി പോയതും. പിന്നെ അത് കഴിഞ്ഞ് വന്ന സെക്കൻഡ് ലക്കി കൂപ്പൺ എന്ന് പറഞ്ഞത് ഈ റീ എൻട്രി തന്നെയാണ്. പക്ഷേ അനുമോൾ അതിനകത്ത് ഒരുപാട് അനുഭവിച്ചു. ഇത്രയും വിഷമിച്ച് അല്ലെങ്കിൽ ഇത്രയും മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിച്ച വേറൊരു കണ്ടസ്റ്റൻസും BB സീസൺ 7 വരയ്ക്കും ഒരു കണ്ടസ്റ്റൻസും ഇല്ല. ഫസ്റ്റ് സീസണിൽ പേൾ ചേച്ചി ഇതിൻ്റെ കുറച്ച് പാട്ട് അനുഭവിച്ചിരുന്നു. ബട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു 25 അല്ലെങ്കിൽ മാക്സിമം ഒരു 30% പേൾ ചേച്ചി അന്ന് അനുഭവിച്ചുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. ബട്ട് വേറെ ഒരു കണ്ടസ്റ്റൻസും ഇത്രയും ഒരു ഒറ്റപ്പെടലായാലും ഇത്ര ഒരു സാധനം അനുഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഏറ്റവും റീസൺ എന്ന് പറയുന്നത് അസൂയ, കുശുമ്പ്, കണ്ണുകടി, ഈ ഒരു 3 കാര്യം മാത്രമാണ് ഗായ്സ്. ഇപ്പോൾ എന്നെ വെച്ച് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അനുമോൾ ചേച്ചി കമ്പയർ ചെയ്യാം. ഞാനിപ്പം എന്താ സാധാരണയായിട്ടുള്ളൊരു ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് ഞാനിപ്പോൾ ഒന്ന് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇമോഷണലി വീക്കായിട്ടുള്ള പേഴ്സണാണ് ലൈക്ക് അനുമോൾ. അതായത് എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓവർ ദേഷ്യം, അതായത് ദേഷ്യം എനിക്ക് കൺട്രോൾ ആക്കാൻ പറ്റാതെ വന്നാലും ഈ ഒരു 3 സിറ്റുവേഷനിൽ ഞാൻ കരയാറുണ്ട്. നമുക്കത് മനസ്സിലാവും, സങ്കടം കൊണ്ടുള്ള കണ്ണീരാണോ സന്തോഷം കൊണ്ടുള്ളതാണോ. ബട്ട് എന്താ പറയുകയെന്നറിയാമോ, ഈ ഒരു കണ്ണീർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റ് ടൈമിൽ അനുമോൾ കരഞ്ഞൊരു കരച്ചിലുണ്ട്. അതെന്ന് വെച്ചാൽ അതിന് എക്സ്ട്രീം ലെവലാണ്. നമുക്ക് സങ്കടം സഹിക്കാമായത്, അതായത് ഒരു ലോകത്ത് നമ്മൾ മാത്രം ഒറ്റപ്പെട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ആരുമില്ല, അങ്ങനെ നമുക്ക് ആരും നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരുമില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വിശ്വസിച്ച് കൂടെ നിന്നിരുന്ന ആൾക്കാർ നമ്മളെ എന്താ പറയുക നമ്മളെ സിമ്പിളായിട്ട് തേച്ചിട്ട് പോയെന്നൊക്കെ പറയുന്ന പോലെ പറയില്ലേ, അത് എനിക്ക് കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തുമല്ല, പിന്നിൽ നിന്ന് മുന്നിൽ നിന്ന് സൈഡിൽ നിന്നും ഒക്കെ കുത്തുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയായിരുന്നു ആ ചേച്ചി പാവം കടന്നു പോയത്. നമുക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യമൊന്നും ആ ചേച്ചി അത്ര ഈ ഒരു BB 7 കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല. കുറച്ച് നെഗറ്റീവ് പോലെയായിരുന്നു എൻ്റെ മൈൻഡിൽ. ബട്ട് അറ്റ് ലാസ്റ്റ് എന്താ പറയുക, നന്നായിട്ട് ആ ചേച്ചിക്ക് അത്രത്തോളം മൈൻഡ് സ്ട്രെങ്ത് ദൈവം കൊടുത്തു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുത്തു. നന്നായിട്ട് അവിടെ പിടിച്ചു നിന്നു, നന്നായിട്ട് സർവൈവ് ചെയ്തു. വേണമെങ്കിൽ ബിഗ് ബോസ് എന്നെ തുറന്നു വിടുന്നു പറഞ്ഞിട്ട് ബിഗ് ബോസ് തുറക്കുമ്പോൾ ആ ചേച്ചി ഇറങ്ങിപ്പോയേനെ. അതോടുകൂടി അനീഷേട്ടനോ വേറെ ആർക്കെങ്കിലും കപ്പ് കിട്ടാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ അക്ബറിനെയൊക്കെ PR ടീം പുകഴ്ത്തി അക്ബറിനുണ്ടെങ്കിൽ കപ്പ് കിട്ടാം, അങ്ങനത്തെ ഒരു ഇതിൽ വരായിരുന്നു. ബട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് നിന്നു. എന്താ പറയുക, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകർ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, കാര്യം വേറെ ആൾക്കാരുടെ ഫാൻസാണ്. ഒരു 90% പ്രേക്ഷകരും ബിഗ് ബോസ് ഫാൻസും ജെന്യുവനായിട്ട് ബിഗ് ബോസിനെ സ്നേഹിക്കുന്നവരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഉറപ്പായിട്ട് അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ PR എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് മാത്രമാണ്. PR കൊടുക്കാതെ തന്നെ പോയിരുന്നെങ്കിലും ബട്ട് PR എന്ന് പറഞ്ഞൊരു വേർഡ് അനുമോളെ രക്ഷിച്ചു എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം
വേറെ ഒന്നുമല്ല, അവിടെ കണ്ണുകടി മൂലം ചിലർ PR എന്ന് പറഞ്ഞ് എന്താ കുത്തിത്തിരിപ്പോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അവിടെ PR എന്ന് ആദ്യം ആരാണോ പറഞ്ഞത്, ബിന്നി ചേച്ചിയാണോ, ബിൻസി ചേച്ചിയാണോ, ശാരികയാണോ, ശൈത്യാണോ, ആരാന്നൊന്നും എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. കാര്യം നമ്മൾ ഈ വിധി കാണിക്കുന്നതേ ഉള്ളൂ. അവിടെ ആരാണ് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞതെന്ന് അറിയില്ല. ബിന്നി പറഞ്ഞതായിട്ടാണ് നമ്മുടെ എന്താണ് നമ്മുടെ ഇതിൽ ടെലികാസ്റ്റിൽ വന്നപ്പോൾ ബിന്നി പറഞ്ഞതായിട്ടാണ് ഞാൻ കണ്ടത്. അതിന് മുമ്പേ ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ ഈ ഒരു 16 ലക്ഷം അങ്ങനെയുള്ള എമൗണ്ടൊക്കെ വേറെ ആരും പറഞ്ഞോ എന്ന് നമുക്കറിയില്ല. കാര്യം ഞാൻ കണ്ടിട്ടില്ല, ബിന്നി പറഞ്ഞതായിട്ടാണ് കണ്ടത്. അതിന് റീ എൻട്രിയുടെ ടൈമിലാണ് ഈ ശൈത്യ ആയാലും ബിൻസി ആയാലും അവരൊക്കെ ഈ ഒരു PR-നെ പറ്റി ഭയങ്കരമായിട്ട് ഇതാക്കിയത്. അവരുടെ ഇത് മാത്രമല്ല, ഈ ശൈത്യയുടെ സെയിം PR തന്നെയാണ് അനുമോളുടെയും PR എന്നാണ് ശൈത്യ എന്നെ പറഞ്ഞത്. പിന്നെ എന്താണ് ഇവരുടെ പ്രശ്നം? രണ്ടുപേർക്കും ഒരേ PR ആണ്, അപ്പോൾ സെയിം എമൗണ്ട് ആയിരിക്കാം. ഓക്കെ, മേ ബി അത് വേരി ചെയ്യാം, എമൗണ്ട് വേരി ചെയ്യാം. പിന്നെന്താണ് ഇവരുടെ പ്രശ്നം? അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടണ്ട എന്നൊരു സാധനമാണ്. മാത്രമല്ല, ശൈത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അനു. അപ്പോൾ അനുവിന് കിട്ടരുത് എന്നൊരു സാധനമായിരുന്നു. അവൾ കൊടുത്ത പൈസ വേസ്റ്റായി. എന്നിട്ട് അനുവിനും ഇവൾക്കും ചെയ്യുന്ന സെയിം PR തന്നെ ഇവൾക്കിട്ട് പണിതു എന്നൊരു സാധനമായിരുന്നു ശൈത്യയുടെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് എന്താ പറയുക, അനു ചേച്ചി പറഞ്ഞതുപോലെ PR കൊടുത്തിട്ട് കാര്യമില്ല. PR കൊടുത്തിട്ട് കടന്നുറങ്ങിയിട്ട് ഒരു കാര്യമില്ല. അത് ബിഗ് ബോസിൽ ആ ഒരു സ്കിറ്റിലും ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, PR കൊടുത്തിട്ട് നമ്മൾ അവിടെ പോയി കിടന്നുറങ്ങിയിട്ട് യാതൊരു വിധ കാര്യമില്ല. നാളെ ഇപ്പം എന്താ പറയുക, ഭാഗ്യവശാൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആവുകയാണ്, ഞാനൊരു PR കൊടുത്തിട്ട് ഞാൻ അവിടെ പോയി കിടന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ മൂലയ്ക്ക് പോയിരിക്കും, അല്ലെങ്കിൽ യാതൊരുവിധ ആക്റ്റീവും അല്ലാതെ ഇനാക്റ്റീവായിട്ട് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അവരെന്ത് കണ്ടൻറ്റാണ് വിടുക? ചുമ്മാ ഇങ്ങനെ വാങ്ങിക്കേറിയിരിക്കുന്നതോ, വേണമെങ്കിൽ ഓക്കെ ഒന്നിലും ഇടപെടാതിരിക്കുന്നു. നമ്മുടെ സാബുമാനെ പറ്റി അങ്ങനെ കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ പേഴ്സണലി സാബുമാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. വേണ്ടുന്ന കാര്യങ്ങളിൽ പുള്ളിക്കാരൻ ഇടപെടാറുണ്ടായിരുന്നു. ഒരു ടോപ്പ് 5 എത്തണം എന്ന് എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു, അതുകൊണ്ട് മാത്രം. പക്ഷേ ഡിസർവിങ് ആയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടായിരുന്നു കേട്ടോ. അതായത് ജസ്റ്റ് എത്തുക, ഒരു പാവ ഒരു മനുഷ്യൻ, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ് എൻ്റെത്. അതേ മെൻറ്റാലിറ്റിയാണ് ഞാൻ അനുവിലും കണ്ടത്. പിന്നെ അവിടെ ഒത്തിരി കരഞ്ഞു മെഴുകി കരച്ചിൽ കാർഡ്, ഡ്രാമ ക്യൂൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കരച്ചിൽ കാർഡ് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം സ്റ്റാർ മാജിക്കൊക്കെ കാണുന്ന ഒരാളാണ്, കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ അനു ചേച്ചി നന്നായിട്ട് കരയാറുള്ള ഒരാളാണ്. അപ്പോൾ അതൊരു കരച്ചിൽ കാർഡ് ഒന്നുമല്ല. ഡ്രാമ ക്യൂൺ ചില ടൈമിലൊക്കെ കളിച്ചിട്ടുണ്ടായിരിക്കാം, മേ ബി. എനിക്കങ്ങനെ ഒന്നും ഓർമ്മ വരുന്നില്ല. മേ ബി ബിക്കോസ് അവരൊരു നല്ലൊരു ആക്ട്രസാണ്. മേ ബി എവിടെയെങ്കിലും സംടൈംസ് വന്നിട്ടുണ്ടായിരിക്കാം. നമ്മളായാലും വരാം അല്ലേ, മനുഷ്യനാണ്. നമ്മളായാലും വീട്ടിലൊക്കെ കുഞ്ഞു കുസൃതികളൊക്കെ കാണിക്കുമ്പോൾ പിടിച്ച് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഡ്രാമ ഒപ്പിക്കാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ഇപ്പോൾ അനുമോൾ ജയിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അസൂയ, കണ്ണുകടി, കുശുമ്പത് മാത്രമാണ് ഗൈസ്. ആ ഒരു റീ എൻട്രിയാണ് അനുമോളെ വിന്നറാക്കിയത്. അപ്പോൾ എൻ്റെ ചാനൽ എന്തായാലും ഇവരൊന്നും കാണാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇൻ കേസ് ബൈ ചാൻസ് അനുമോൾ ചേച്ചി കാണുന്നുണ്ടെങ്കിൽ മൈ ഹാർട്ട്ഫുൾ കൺഗ്രാറ്റുലേഷൻസ് ചേച്ചി. PR കൊണ്ടല്ല ചേച്ചി ജയിച്ചത്, PR കൊണ്ടാണ് കേട്ടോ. ഈ PR-ഉം അൺപെയ്ഡ് PR-ഉം പെയ്ഡ് PR-ഉണ്ട്. അപ്പോൾ അൺപെയ്ഡ് PR, അതായത് ലോകമെമ്പാടുമുള്ള ചേച്ചി ഇഷ്ടപ്പെടുന്ന, ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ട് കൊണ്ട് മാത്രമാണ് ചേച്ചി ജയിച്ചത്. സെക്കൻഡ് തിങ് മാത്രമാണ് PR. എഗെയിൻ ആൻഡ് എഗെയിൻ മൈ ഹാർട്ട്ഫുൾ കൺഗ്രാറ്റുലേഷൻസ് ഫോർ യു ചേച്ചി. പിന്നെ ഇത് നമ്മുടെ ശൈത്യ, ബിൻസി ചേച്ചി, ബിന്നി ചേച്ചിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതുവരെ കഴിഞ്ഞതൊക്കെ വിട്ടേക്കൂ. ഇനിയും പോയി നെഗറ്റീവ്സ് പറഞ്ഞ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ കുഴി തോണ്ടാതിരിക്കുക. ഇപ്പോൾ അതൊരു ഗെയിം ഷോ ആയിരുന്നു, അതെല്ലാം കഴിഞ്ഞു. അതൊരു ഗെയിം സ്പിരിറ്റിലെടുക്കുക, അതവിടെ കളയുക. പിന്നെ അതും പിടിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നർ ആകാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ ട്രോഫി കിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് അറൗണ്ട് 43 lakhs കിട്ടിയില്ല, ആ ഒരു കാറ് കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് ഇനിയും ടൈമുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എക്കെയിൻ ഓരോരോ ചാൻസസ് വരും. മേ ബി ഒരു ഷോയിൽ നിന്നായിരിക്കില്ല, നിങ്ങൾക്ക് നല്ല നല്ല പ്രോജക്ട്സ് കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ അതിനായിട്ട് വർക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് അതിനായിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ ഇങ്ങനെയാണ്. ഒരുപാട് നെഗറ്റീവ്സ് വരാം, ഒരുപാട് പോസിറ്റീവ് വരാം. ജീവിതം തന്നെ മാറി മറിയുന്ന ഒരു ഷോയാണ്. അത് നെഗറ്റീവ് രീതിയിലായാലും പോസിറ്റീവ് രീതിയിലായാലും. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. ആൾക്കാർ എന്ത് നെഗറ്റീവ്സും പറഞ്ഞോട്ടെ, അതിനെ നിങ്ങൾ ഓക്കെ അതിൻ്റെ സെൻസിലെടുക്കുക, അത് വിട്ടേക്കുക. നല്ല പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. ആ ഒരു ടോപ്പിക്ക് വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് കോൺസെൻട്രേറ്റ് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ആൾക്കാർ നിങ്ങളുടെ പോസിറ്റിവിറ്റിയെ കണ്ടെത്തി എത്തിക്കോളും. അതിന് എക്സാമ്പിളാണ് മസ്താനി ആൻഡ് ലക്ഷ്മി ചേച്ചി. സോ റീ എൻട്രി കൊണ്ട് ഏറ്റവും ബെറ്റർ റിസൾട്ട് കിട്ടിയിട്ടുള്ള 3 പേരാണ് അനുമോൾ, നമ്മുടെ മസ്താനി ആൻഡ് ലക്ഷ്മി ചേച്ചിയുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. അത് ആത്മാർത്ഥമായിട്ടാണ് അനുമോൾ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ റിയലി താങ്ക്സ് ചേച്ചി. അതായത് ഒരാളെ അത്രയും മൈൻഡ് ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമിൽ, എക്സാക്ട് ടൈമിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് നന്നായിട്ട് ആ ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കീപ് ഗോയിങ് ഓൺ ചേച്ചി, ദാറ്റ്സ് റിയലി ഗുഡ്.
ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ടീമിനോടാണ്. ഇനി നിങ്ങളുടെ എന്താ പറയുക, ഈ ഒരു സീസൺ നല്ല അടിപൊളിയായിരുന്നു. സ്റ്റാർട്ടിങ് കുറച്ച് ഫ്ലോപ്പായിരുന്നു എങ്കിലും ഫ്ലോപ്പ് ഇൻ ദ സെൻസ് കുറച്ച് ലാഗായിരുന്നു. കാണാനുള്ള ഇൻട്രസ്റ്റ് അധികം ഇല്ലായിരുന്നു പ്രേക്ഷകർക്ക്. പക്ഷേ ഇൻ ദ മിഡിൽ ഇത് എന്താ പറയുക, ഇങ്ങനെ താഴ്ന്നു പോയിട്ട് ഇങ്ങനെ ഉയർന്നു വന്നൊരു ഷോ ആയിരുന്നു ബിഗ് ബോസ് സീസൺ 7. എല്ലാം മുൻപേ ഉള്ള ഒരുപാട് വിന്നേഴ്സ് ആയാലും കണ്ടസ്റ്റൻസ് ആയാലും ഈ ഒരു സീസണെ പറ്റി പുറത്ത് ഡിസ്കഷൻ ആയാലും റീൽസ് ആയാലും റിവ്യൂസ് ആയാലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ നല്ല ഒരു സീസൺ ആയിരുന്നു ഈ ഒരു സീസൺ 7. അതുപോലെ നല്ല കുറച്ച് കണ്ടസ്റ്റൻസിനൊക്കെ സെലക്ട് ചെയ്യുക സീസൺ 8ലേക്ക്. സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നതിനും കൂടുതലായിട്ട് കോമണേഴ്സിന് അവസരം കൊടുക്കുക. പിന്നെന്താണ്, പിന്നെ ഈ പറയുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇനിയുള്ള സീസണിലെല്ലാം വെൽ ഡിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. ഇനി ഒരു സീസൺ എപ്പോഴാണ് വരാമെന്നറിയില്ല. മേ ബി വിത്തിൻ 1 ഇയറിൽ വരാം. എനിവേ, ഓൾ ദ ബെസ്റ്റ് ടീം ബിഗ് ബോസ്. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ, ലാലേട്ടനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ഈ ഷോ ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ആരെ കൊണ്ടുവന്നാലും ഈ ഒരു ഷോ ചെയ്യാനായിട്ട് പറ്റില്ല. ലാലേട്ടൻ തന്നെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഈ ഒരു സീസണിൽ ലാലേട്ടൻ്റെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. അതായത് ഓഡിയൻസിനെ നല്ല രീതിക്ക് കയ്യിലെടുത്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അത് ക്രിയേറ്റീവ് ആണോ നോൺ ക്രിയേറ്റീവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. നല്ല രീതിക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു എന്താ പറയുക, ഒരു ലോക്കൽ ഗാർഡിയൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ടീച്ചർ എന്നുള്ളൊരു നിലയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു ലാലേട്ടൻ്റെത്. സോ തെറ്റുകൾ പറഞ്ഞു കൊടുക്കാനായാലും ശാസിക്കാനായാലും ഒക്കെ ഓൺ ദ കറക്റ്റ് ടൈമിൽ ലാലേട്ടൻ നല്ല രീതിക്ക് അതെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ലാസ്റ്റിലത്തെ ഈ അനുമോൾ ചേച്ചി അനുഭവിച്ച ആ ഒരു ടൈമിൽ മാത്രമൊന്നും ലാലേട്ടൻ വരാത്ത ആ ഒരു വീക്കായിരുന്നല്ലോ. മേ ബി അതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ഈ റീ എൻട്രി വന്ന ആൾക്കാർ പറഞ്ഞത്, ഓക്കെ ലാലേട്ടൻ്റെ വക വഴക്ക് കേൾക്കണ്ട, പോയി കുറച്ച് മാസ് ഡയലോഗ് അടിച്ചാൽ പോയ നെഗറ്റീവ്സൊക്കെ പോസിറ്റീവ് ആകും. അനുമോളെ ഒറ്റപ്പെടുത്തി അനുമോൾക്കെതിരെ തിരിഞ്ഞ് അനുമോളുടെ PR എന്നിട്ട് ഈ ജനങ്ങളെല്ലാം അനുമോൾക്കെതിരെ തിരിയും. ഇങ്ങനെയുള്ള കുറേ പ്ലാനിങ്സ് ഒക്കെ ആയിട്ടാണ് കുറച്ച് റീ എൻട്രി പേഴ്സൺസ് വന്നത്. എനിവേ, യു പീപ്പിൾ ലോസ് ഇറ്റ് ആൻഡ് അനുമോൾ ഗെയിൻ ഇറ്റ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് അനുമോൾ. ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലോട് യാതൊരു റിലേഷനും ഇല്ലാത്തൊരു വീഡിയോ ആണ്. ബട്ട് എനിക്കൊരു സോഷ്യൽ ഇഷ്യൂവിൽ ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി. മാത്രമല്ല എനിക്കൊരു ബിഗ് ബോസിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും നെക്സ്റ്റ് BB കണ്ടസ്റ്റൻ്റ് ആകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. വേറെ ഒന്നുമില്ല, നമ്മുടെ ബിഗ് ബോസ് ജയിക്കണമെന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ട് നിൽക്കുക എന്നൊരു സാധനമാണ് ഇത്രയും നാളുള്ള എല്ലാ കണ്ടസ്റ്റൻസും തെളിയിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലത് മാത്രം വരട്ടെ. ബിഗ് ബോസ് മൂലം സങ്കടം വന്നവരുടെ സങ്കടങ്ങളൊക്കെ മാറി സന്തോഷമാകട്ടെ. നല്ല നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കട്ടെ. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചാനൽ ഇഷ്ടമെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ആക്കിക്കോളീൻ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇനി നമ്മുടെ ചാനൽ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിവേ, ഇത്രയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ബൈ.